ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നമ്മളെല്ലാവരും ഡിവൈൻ ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷയിലേക്ക് ഒരുമിച്ച് ചേരുകയാണ്. കർത്താവ് നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് ഈ ഡിവൈൻ ധ്യാന ശുശ്രൂഷയിലൂടെ അനേകരിലേക്ക് ഒഴുക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് കർത്താവിന് നന്ദി പറയുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു ശുശ്രൂഷയാണ് ഡിവൈൻ ബ്ലെസ്സിങ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നു. പരിശുദ്ധ ഗ്രന്ഥത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 26-ാം തിരുവചനം, അവിടുന്ന് അരുളി ചെയ്തു, നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല. ഇവിടെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മോട് പറയുന്നത് മറ്റൊന്നുമല്ല, അവനോട് ചേർന്ന് നിന്നാൽ, അവൻ്റെ കൽപ്പനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഒരിക്കലും നാം അപമാനിക്കപ്പെടുകയില്ല, അവഗണിക്കപ്പെടുകയില്ല. കർത്താവ് നമുക്ക് സംരക്ഷകനായി എന്നും അനുഗ്രഹമായി നിത്യവും നമ്മോടൊത്തുണ്ടായിരിക്കും. അപ്പോൾ പ്രത്യേകമായിട്ട് ഈ ആഴ്ച ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. കടന്നു വരുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ഈശോ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഓരോ നിമിഷവും കൃതജ്ഞത അർപ്പിക്കാം. ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലൂടെ നൽകപ്പെടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കർത്താവിനെ സ്തുതിക്കാം. എല്ലാവരെയും കർത്താവ് അധികമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു അനുഗ്രഹത്തിൻ്റെ ദിവസം ആശംസിക്കുകയും ഈ ദിനങ്ങളിൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെല്ലാം പൂർണ്ണതയിൽ സ്വീകരിക്കുവാൻ നമുക്ക് ഒരുക്കത്തോടെ ആയിരിക്കുകയും ചെയ്യാം. എന്താണ് സെക്സ്? പലരുടെയും വിചാരം സെക്സ് എന്ന് പറഞ്ഞാൽ ഒരു ലൈംഗിക അവയവങ്ങൾ എന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് പിറന്നാൽ അതിന് ലൈംഗിക അവയവങ്ങളുണ്ട്. പക്ഷെ അതിന് ലൈംഗിക വികാരങ്ങളോ ലൈംഗിക ചിന്തകളോ ഇല്ല. ലൈംഗിക വികാരങ്ങളും ലൈംഗിക ചിന്തകളും മുഴുവനും തലയുടെ പ്രവർത്തനമാണ്. ഹല്ലേലൂയ. ഇനി ഒരു കൊച്ച് ഈ ഭൂമിയിലേക്ക് ജനിച്ചു കഴിഞ്ഞാൽ, പിറന്നു കഴിഞ്ഞാൽ, ആ നിമിഷം തൊട്ട് ആ കുഞ്ഞ് അറിയപ്പെടുന്നത് അതിന് സെക്സിലാണ്. ഒന്നില്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ ഉണ്ടോ, സെക്സിലാണ് ആ കുട്ടി അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ സെക്സ് എന്ന് പറയുന്നത് ആ വ്യക്തിയെ മുഴുവനായിട്ട് പ്രതിനിധാനം ചെയ്യുന്നു. അതുകൊണ്ട് വിവാഹത്തിൽ എന്താണ് സംഭവിക്കുക? ഒരു വ്യക്തി തന്നെ മറ്റേയാൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ കൊടുക്കുന്നതിൻ്റെ ഒരടയാളമാണ് തന്നെ മുഴുവനും പ്രതിനിധാനം ചെയ്യുന്ന തൻ്റെ സെക്സ് നൽകുന്നു. അപ്പം അതിലൂടെ ഇതാ ഞാൻ എന്നെ മുഴുവനായി നിനക്ക് തരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം അതുകൊണ്ട് സെക്സ് പങ്കുവയ്ക്കുക എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി തന്നെ കൊടുക്കുകയാണ്. ഒരു ജീവിതം മറ്റേയാളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. നീ നിന്റെ ജീവിതം വേറൊരാളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ 100 വട്ടം നീ ഒന്ന് ആലോചിക്കണം.
നിന്റെ ജീവിതം ഈ വ്യക്തിയുടെ കയ്യിൽ ഭദ്രമാണോ? ഹല്ലേലൂയ. 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 അപ്പോൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന നമസ്കാരം ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? ഒന്ന്, അത് ദൈവവചനമായതുകൊണ്ട് നമ്മെ ചുറ്റി വളയം ചെയ്യുന്ന, നമ്മെ ശല്യപ്പെടുത്തുന്ന പൈശാചിക പീഡകൾ വിട്ടുപോകും. ഹല്ലേലൂയ. 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 അതിന് മനസ്സിലാക്കാൻ ഈ വചനം മനസ്സിലായാൽ മതി. മത്തായി 8:16-17 എഴുതിയെടുക്കേണ്ടവർ എഴുതിയെടുത്തോളുക. മത്തായി 8:16-17. അവൻ വചനം കൊണ്ട് അനേകം പിശാച് ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു, യേശുവിൻ്റെ അടുത്ത്. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. ബൈബിളിലെ എഴുതപ്പെട്ട വചനം നമ്മൾ ഏറ്റുപറയുമ്പോൾ നമ്മെ ചുറ്റി വളയുന്ന, നമ്മെ ശല്യപ്പെടുത്തുന്ന പൈശാചിക പീഡ വചനശക്തിയാൽ നിർവീര്യമാകും. ഹല്ലേലൂയ. എൻ്റെ പേര് സിസ്റ്റർ വിവീന. ഞാൻ പയ്യന്നൂർ അവിടെ നിന്നാണ് വരുന്നത്. ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് എലിസബത്ത് കോൺവെൻറ്റിലെ അംഗമാണ്. ഞങ്ങൾ പലയിടത്തും ധ്യാനം ബുക്ക് ചെയ്തിരുന്നു ഈ ആഴ്ച. പക്ഷേ ഇലക്ഷൻ ആയതുകൊണ്ട് അതെല്ലാം കട്ട് ചെയ്തു. അവിടെ വന്നപ്പോഴാണ് ഇവിടെ എൻ്റെ അനുജിത്തി ഇറ്റലിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന അവധിക്ക് ഞങ്ങളൊരു ധ്യാനം കൂടിയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളിവിടെ വന്നത്. പക്ഷേ ദൈവാനുഗ്രഹത്താൽ ഇങ്ങനെ ഒരു ധ്യാനം ഇത്ര മുറ്റത്ത് ഇതുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ആദ്യമായിട്ട് ഞങ്ങൾ ഈ ധ്യാനം ഇവിടെ കൂടാൻ വന്നിരിക്കുന്നത്. ഇത്ര സമർത്ഥമായി ആത്മീയ ഭക്ഷണം വിളമ്പുന്ന ഈ സ്ഥലത്ത് വരാനും ഇത്ര ഈ 5 ദിവസം ഇവിടെ ഇരുന്ന് കൂടാനൊക്കെ സാധിച്ചതിൽ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുകയാണ്. ഒത്തിരി പേർ ഇത് വന്ന് കൂടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കഴിവതും ഒത്തിരി പേരെ ഞങ്ങൾ ഇതിലേക്ക് പറഞ്ഞു വിടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് നന്ദി പറയുകയാണ് ഇത്ര നല്ലൊരു ധ്യാനം കൂടാൻ അവസരം കിട്ടിയതിൽ. എൻ്റെ അപ്പനും അമ്മയും വിചാരിച്ചാൽ ഒരു ഭാര്യനെ ഭർത്താവിനെ അപ്പനും അമ്മയും എന്ന് വിളിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ഭാര്യനെയും ഭർത്താവിനെ അപ്പനും അമ്മ എന്ന് വിളിക്കണമെങ്കിൽ എന്ത് വേണം? മക്കൾ വേണം. ശരിയല്ലേ? ഇനി ഒരു ഭാര്യയും ഭർത്താവും എന്തോരം വിചാരിച്ചാലും കുഞ്ഞിനെ കിട്ടുമോ? കിട്ടുമെങ്കിൽ എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും, വിവാഹം കഴിച്ച എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും മക്കൾ ഉണ്ടാകേണ്ടതല്ലേ? ആണോ അല്ലയോ? പ്രൈസ് ദി ലോർഡ്. അപ്പോഴുണ്ടല്ലോ ഒരു ഭാര്യയും ഭർത്താവും വിചാരിച്ചാൽ കുഞ്ഞ് കിട്ടിയല്ല. മാനസിക രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യാം. പക്ഷെ ആ മാനസിക രീതിയിൽ ചെയ്യുന്ന സ്നേഹത്തിന്റെ പ്രവൃത്തിയിൽ ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ ആ കുഞ്ഞിനെ ആര് കൊടുക്കണം? ദൈവം കൊടുക്കണം. അപ്പോൾ കാണപ്പെടുന്ന എന്നിൽ കാണപ്പെടാത്ത എൻ്റെ അപ്പനും അമ്മയ്ക്കും എന്നെ തന്ന, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ തന്ന ആരുണ്ട്? പറയൂ. ദൈവമുണ്ട്. കാണപ്പെടുന്ന എന്നിലെ കാണപ്പെടാത്ത, അതാണ് വിശ്വാസം. കാണപ്പെടാത്തതുണ്ട് എന്നതാണ് വിശ്വാസം. അപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ അപ്പൻ, അമ്മ, സഹോദരങ്ങൾ അവർ തരുന്ന സ്നേഹം അതെനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഇനി അവരിൽ നിന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോകുന്ന സ്നേഹം, അത് മനസ്സിൽ കുറയാനല്ല, മുറിയാനല്ല. ആ സ്നേഹം കാണപ്പെടാത്ത ദൈവം എനിക്ക് തരും. ഞാൻ കാണപ്പെടുന്ന അവരെ, അതായത് ഈ ഭാര്യനെ, ഈ ഭർത്താവിനെ, ഈ അപ്പനെ, ഈ അമ്മയെ ഞാൻ കാണുമ്പോൾ ഈ കാണുന്ന അവര് എനിക്ക് തരുന്ന സ്നേഹം, ആ സ്നേഹം എനിക്ക് അവർ തരാത്ത സ്നേഹം, അവരിന്ന് ആഗ്രഹിച്ച് കിട്ടാതെ പോകുന്ന സ്നേഹം, എനിക്ക് 50% അപ്പൻ നമ്മൾ കിട്ടുന്നുള്ളൂ. അപ്പൊ കിട്ടാത്ത വേറെ 50 ഉണ്ട്. ഈ കിട്ടാത്ത 50, എൻ്റെ അപ്പനിൽ നമ്മിൽ നിന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോകുന്ന 50, അത് ഈ അപ്പനെയും അമ്മയും എനിക്ക് തന്ന എൻ്റെ കർത്താവ് എനിക്ക് തരും. അങ്ങനെ കർത്താവ് തരുമെന്ന് വിശ്വസിച്ച് നമ്മുടെ മനസ്സിനെ ആ സ്നേഹം കൊണ്ട് നിറയ്ക്കാനായിട്ട് അനുദിനം പരിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സെപ്പോഴും എന്തുകൊണ്ട് നിറഞ്ഞിരിക്കുന്നത്? പറയൂ. സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്.
എൻ്റെ പേര് ക്രിസ്റ്റീന. ഞാൻ അബുദാബിയിൽ നിന്നും വരികയാണ്. ധ്യാനത്തിന് വേണ്ടി മാത്രം വരികയാണ്. ഡിവൈനിലെ ധ്യാനം ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. 5 ദിവസത്തെ ധ്യാന ശേഷം ഒത്തിരി ആത്മസന്തോഷം തോന്നുന്നു. തീർച്ചയായിട്ടും ഒത്തിരി ആൾക്കാരെ ഇനിയും ധ്യാനത്തിൽ പറഞ്ഞുവിടാനും ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഈ ആഴ്ച മലയാളം ധ്യാനവും അതോടൊപ്പം തന്നെ തമിഴ് തെലുഗു ധ്യാനക്കാരും ഉണ്ടായിരുന്നു. വെളിപാടെന്ന പുസ്തകം 21-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരുടെ കൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ഈശോതമ്പുരാൻ മനുഷ്യരൂപം സ്വീകരിച്ച് നമ്മുടെ കൂടെ ആയിരിക്കാനും അവിടുത്തെ പ്രിയപ്പെട്ട ജനമെന്ന് കരുതി നമ്മളോട് ഇവിടെ ആയിരുന്നുകൊണ്ട് നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പാപത്തിൻ്റെ അടിമത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈശോ നമുക്ക് വേണ്ടിയിട്ട് അത്ര വലിയ ത്യാഗം സഹിച്ച് ഈ പുൽക്കൂട്ടിൽ പിറന്നത്. ആ ഈശോതമ്പുരാൻ എത്രയോ മക്കൾക്ക് വേണ്ടിയിട്ട് ആ കാൽവരി മലയിൽ, ആ കാൽവരി കുരിശിൽ കിടന്നുകൊണ്ട് പ്രാണത്യാഗം ചെയ്തുകൊണ്ട് രക്ഷ നൽകി. ആ രക്ഷയിൽ ആനന്ദിക്കുക ആണ് നമ്മളെല്ലാവരും ധ്യാനത്തിലൂടെ ചെയ്യുന്നത്. ആ പരിശുദ്ധാത്മാവിനെ നൽകുമ്പോൾ നമ്മുടെ വേദനകളിലും നമ്മുടെ ബുദ്ധിമുട്ടുകളിലും യാതനകളിലും ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയുവാൻ സാധിക്കുന്നു. ഇതാണ് ഈ ധ്യാന കേന്ദ്രത്തിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നൽകുന്ന വലിയ വരം, രക്ഷയുടെ ആനന്ദം. ഈ ആനന്ദം എല്ലാ മക്കൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എൻ്റെ പേര് ജേസിമേലിയ ബെന്നി. ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഇവിടെ വന്നപ്പോൾ എനിക്ക് ധ്യാനത്തിന് ഇരിക്കാനൊന്നും തോന്നിയില്ലായിരുന്നു. അത് എനിക്ക് തലറക്കമായിട്ടായിരുന്നു ഞാൻ വന്നേ. എനിക്ക് അന്നേരം തലറക്കമൊക്കെ ഇവിടെ വന്നേ അന്ന് തന്നെ തലറക്കൊക്കെ മാറി. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറേ സന്തോഷങ്ങളൊക്കെ കിട്ടി. ഇപ്പം എനിക്കിവിടെ ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. എൻ്റെ പേര് അന്തോണിസ് ബാബു. ഞാൻ ചാലക്കുടിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഞാൻ വന്നപ്പോൾ എനിക്ക് കുറേ സങ്കടങ്ങളും വിഷമങ്ങളും ആയിട്ടാണ് ഞാൻ വന്നത്. അമ്മയുടെ ഒരു നിർബന്ധത്തിന് വഴിയാണ് ഞാൻ അവിടെ വന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ സന്തോഷം അതിലുപരി ഞാൻ കുറേ സ്ഥലത്ത് തോറ്റു പോയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ മാറ്റി വെച്ച് ഇന്ന് പോകുമ്പോൾ എല്ലാം ദൈവത്തിൻ്റെ കൃപയായിട്ട് ഞാൻ എല്ലാം കാണുന്നു. വന്നതിൽ സന്തോഷം. ഞാൻ എല്ലാ ചെറുപ്പക്കാരും വിജയത്തിന് വേണ്ടി വരാണെങ്കിൽ ഇവിടെ വരണമെന്ന് ഞാൻ എല്ലാവരും അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഈശോ ആയിട്ട് വെറുതെ സംസാരിച്ചിരിക്കുന്നതിന് നമ്മൾ എന്തിനും നെഞ്ചത്തടിക്കണം? അപ്പൊ നമ്മൾ ചായ കുടിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുക്കണം. എന്നെ വിളിച്ചവൻ പരിശുദ്ധനാണ്, അതുകൊണ്ട് ഞാനും പരിശുദ്ധനാവും. എൻ്റെ പേര് ജോൾസ്ന ബെന്നി. ഞാനിവിടെ 5 ദിവസത്തെ ധ്യാനം കൂടാൻ വന്നു. എനിക്ക് നല്ല ഒരു ആശ്വാസവും മനധൈര്യവും ഒക്കെ കിട്ടി. ഞാൻ വരുന്നത് ഇടുക്കിയിൽ നിന്നാണ്.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 6-ാം തിരുവചനം. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. യേശുവിനാൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ, ദൈവം മനുഷ്യനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടുന്ന് സ്വന്തം മകനെ ഈ ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളത്. യേശുവിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത് കർത്താവ് അരികെയുള്ളപ്പോൾ അവിടുത്തെ അന്വേഷിക്കുവിനെന്ന്. യേശു തൻ്റെ വചനപ്രഘോഷണത്തിലൂടെ പറഞ്ഞു വെച്ചു, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അന്വേഷണമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. അരികിലൂടെ കടന്നുപോകുന്ന യേശുവിനെ അന്വേഷിച്ചവർക്കൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞുവെന്ന് സുവിശേഷ താളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടുത്തെ വചനം വായിക്കാനും അത് മനനം ചെയ്യാനും സാധ്യമാകുമ്പോൾ അവനെ കണ്ടെത്തുന്ന അനുഭവവും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അങ്ങനെ അനേകായിരങ്ങൾ യേശുവിനെ കണ്ടെത്തിയതിൻ്റെ അനുസ്മരണങ്ങൾ നമുക്ക് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിരന്തരം കേൾക്കുവാനായിട്ട് കഴിയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കും എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു. എൻ്റെ പേര് അഞ്ജലി. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു. എനിക്ക് ഇവിടെ വന്ന പിന്നെ ഭയങ്കര സന്തോഷം തോന്നി. ധ്യാനം കഴിഞ്ഞതിന് ശേഷം വന്നപ്പോൾ ഭയങ്കര ദുഃഖമായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളൊക്കെ ആയിട്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷേ എനിക്ക് ധ്യാനം കൂടിയപ്പോൾ കുറേ അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. മനസ്സിലെ എല്ലാ ഭാരങ്ങളും ദൈവം എന്നിൽ നിന്ന് എടുത്തു മാറ്റിയ പോലെ എനിക്ക് തോന്നിയതല്ല, സംഭവിച്ചു. അതിലെനിക്ക് ഒരുപാട് ദൈവത്തോടും എല്ലാവരോടും നന്ദി പറയാനുണ്ട്. പിന്നെ എനിക്ക് ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ദൈവത്തെ കൂടുതൽ അറിയുവാനും എങ്ങനെ ജീവിക്കേണ്ടത് എങ്ങനെയെന്നും എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കി തന്നത് ഈ ധ്യാനത്തിലൂടെയാണ്. ദൈവം മനുഷ്യരെ എല്ലാവരെയും, എനിക്ക് തോന്നുക വിശ്വാസമുള്ളവരെയും വിശ്വാസമില്ലാത്തവരെയും, അതിന് ദൈവത്തിന് കാറ്റഗറി തിരിച്ചുള്ള സ്നേഹമൊന്നും അല്ലെന്നാ ബൈബിൾ പറയുക. എവിടെയാണത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുക. ദൈവം എങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കുക? ദുഷ്ടനെയും ശിഷ്ടനെയും നീതിമാനെയും നീതിരഹിതനെയും ഒരുപോലെ സ്നേഹിക്കുന്ന ദൈവം. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അതുകൊണ്ട് ബൈബിൾ പറയും, ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും നീതിമാൻ്റെ മേലും നീതിരഹിതൻ്റെ മേലും ഒരുപോലെ മഞ്ഞും മഴയും അയക്കുന്ന സ്വർഗസ്ഥനായ പിതാവ്. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ, നന്മ സ്വരൂപ എല്ലാ സൃഷ്ടികളെ കാളുപരിയായി നിന്നെ സ്നേഹിച്ചിടും പിതാ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ, നന്മ സ്വരൂപ എല്ലാ സൃഷ്ടികളെ കാളുപരിയായി നിന്നെ സ്നേഹിച്ചിടും പിതാ. എൻ്റെ പേര് അനിതയാണ്. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. ഞങ്ങളിന്ന് 5 ദിവസമായി ഇവിടെ ധ്യാനം കൂടാൻ വന്നിട്ട്. ഇത് എൻ്റെ മകളാണ് കൂടെ നിൽക്കുന്നത്. ഞങ്ങൾ ഈ ധ്യാനം കൂടാൻ വന്നതിന് ശേഷം ദൈവം ഞങ്ങൾക്ക് ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളൊക്കെ തന്നു. ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ധ്യാനം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിട്ടുണ്ട്. ഞങ്ങൾ 3 തവണയായി ഇതിനു മുന്നേയും വന്നിട്ടുണ്ട്. ഈ ധ്യാനം കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളും തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു വലിയ മരക്കഷ്ണം കത്തുന്ന അടുപ്പിലേക്ക് വെച്ചു കൊടുത്താൽ ഇത്തിരി കഴിഞ്ഞ് നോക്കി ആ മരം കിട്ടില്ല. അതിൻ്റെ രൂപം മാറും, അതിൻ്റെ ഷേപ്പും മാറി, അതിൻ്റെ ഗുണമേന്മയും മാറി, വേറൊന്നാ ഒരു പിടി ചാരമാ കിട്ടുന്നത്. ഇതേപോലെ നമ്മളെ ഓരോരുത്തരെയും ദൈവവചനമാകുന്ന ഈ അഗ്നിയിലേക്ക് ഇട്ടുകൊടുക്കണം. അതായത് വചനത്തിൽ നമ്മൾ ആകണം, വചനത്തിൽ വസിക്കണം. അപ്പോൾ നമ്മിലുള്ള സകല മാലിന്യങ്ങളും പാപക്കറകളും സകല കുറവുകളും കത്തിച്ച് എരിയിച്ച് കളഞ്ഞിട്ട് നമ്മൾ ഒരു പുതിയ സൃഷ്ടിയാവും. എൻ്റെ പേര് അഞ്ജലി ജോളി.
ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ആന്തരിക സൗഖ്യ ധ്യാനത്തിന് ശേഷം എനിക്ക് ഉണ്ടായ മാറ്റം വളരെ വലുതാണ്. നേരത്തെ ഉണ്ടായിരുന്ന ടെൻഷനും ആദിയും വിഷമങ്ങളും ഒക്കെ മാറി. ഇപ്പോൾ നല്ല ആശ്വാസമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. നല്ലൊരു അനുഭവമായിരുന്നു ഈ ധ്യാനം. ഇതിലൂടെ കിട്ടിയ അനുഗ്രഹം വളരെ വലുതാണ്. രക്താംബരം പോ ചുമന്നയൻ പാവം വെൺമഞ്ഞു പോൽ ശുദ്ധമാക്കുവാനാ. രക്താംബരം പോ ചുമന്നയൻ പാവം വെൺമഞ്ഞു പോൽ ശുദ്ധമാക്കുവാനാ. അവിടുന്ന് എന്നെ സ്പർശിക്കുന്ന നിമിഷമാണ്. അവൻ്റെ മുറിവേറ്റ ആണിപ്പഴുതുള്ള കരങ്ങൾ എൻ്റെ മേൽ അവിടുന്ന് വയ്ക്കുന്നു. ശിരസ് മുതൽ പാദം വരെ ശരീരത്തിൻ്റെ ഓരോ അണുവിലേക്കും അവൻ്റെ ശക്തി കടന്നു വരുന്ന സമയമാണ്. എല്ലാ രോഗങ്ങളും രോഗപീഠകളും വിട്ടുപോകുന്ന സമയമാണ്. യേശുവിതാ നമ്മുടെ മധ്യത്തിലുണ്ട്. ശബ്ദം മുഴുവൻ ഉയർത്തി. വിളക്കിൻ നടുവിൽ ശോഭപൂർണനാ, മാനത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ. അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ ആൽഫയും ഒമേഗയുമാണ്. നടുവിൽ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. കരങ്ങൾ വീശി ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുമ്പോൾ മനുഷ്യൻ വിചാരിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ ദൈവത്തിന് മനുഷ്യരുടെ ജീവിതം ചെയ്യാൻ സാധിക്കും. ഈ ആഴ്ചയിലെ ധ്യാനത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു, ദൈവം നമ്മുടെ വ്യത്യസ്തമായ പ്രശ്നങ്ങളിലും രോഗങ്ങളിലും കടബാധ്യതയിലും തകർച്ചയിലൊക്കെ ദൈവം ഇടപെട്ടപ്പോൾ വലുതാണ് എന്ന് കരുതിയ നിന്റെ കടബാധ്യത താനെ ചെറുതായി. എങ്ങനെ? ദൈവം അത് ഏറ്റെടുത്തു. ദൈവം ഏറ്റെടുത്താൽ നമ്മുടെ കടബാധ്യത ബാധ്യതയേ അല്ലാതായി മാറും. നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ പ്രശ്നമേ അല്ലാതായി മാറും. നമ്മുടെ ശരീരത്തിലെ രോഗം, ആ രോഗത്തെ ഓർത്ത് പിന്നെ നമുക്ക് ദുഃഖമോ വേദനയോ ഒന്നും ഉണ്ടായില്ല. അവിടെയൊക്കെ ഒരു ദൈവിക ഇടപെടൽ ഈ ആഴ്ചയിലെ ധ്യാനത്തിലൂടെ സംഭവിച്ചതാണ്. അതായത് നിന്റെ ജീവിതത്തിലെ വ്യത്യസ്തമായ കാര്യങ്ങളിൽ ദൈവം ഇടപെട്ടിരിക്കുന്നു. ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കും. ദൈവം പറയാണ്, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അവിടെ ദൈവം തരുന്ന കാര്യം ഇതാണ്, ഞാൻ ചേർന്ന് ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. അപ്പം ഈ ആഴ്ചയിലെ ധ്യാനത്തിൽ അങ്ങനെ ഒരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും കിട്ടി. എന്നും ദൈവത്തിൻ്റെ സ്വന്തം ജനമായി ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിക്കണം. ഓർക്കുക, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ ഞായറാഴ്ചയും ധ്യാനമുണ്ട്. ആ ധ്യാനത്തിലേക്ക് നിങ്ങൾക്ക് ഇനിയുള്ള നാളുകളിൽ ഓരോ ആഴ്ചയിലും നിങ്ങളുടെ ആൾക്കാരായി, നിങ്ങൾ പറഞ്ഞുകൊണ്ടുന്ന ആൾക്കാരായി, നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊണ്ട് പ്രേരണ കിട്ടിയവരായി നിങ്ങൾക്ക് അനേകരെ പറഞ്ഞു വിടാനായിട്ട് സാധിക്കട്ടെ. നിങ്ങളിലൂടെ അനേക വ്യക്തികളുടെ ജീവിതത്തെ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവിൻ്റെ കരങ്ങളിലെ ഒരു ഉപകരണമായി എന്നും നിങ്ങളുടെ ജീവിതം മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നല്ലവനായ ദൈവത്തിൻ്റെ കൃപ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.